കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ലോഹരി, വഴിയൊരുക്കും അവനാഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും നടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും നടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ലോഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പറയുവാനോ പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നും ഈ പ്രഭാതത്തിൽ ഇല്ല. കാരണം ദൈവം തന്ന ആയുസ്സിനായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന് മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആമേൻ യൂട്യൂബ് ചാനൽ വഴി ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയെ അറിയിക്കുന്നു, വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കാണുവാൻ കർത്താവ് ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ആമേ 90-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. 90-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് 90-ാമത്തെ സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്നു, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. സ്തോത്രം. ആമേൻ. ഇത് മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. ആമേൻ. മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. സ്തോത്രം. അപ്പോൾ തലമുറ തലമുറയായി, ഒരു തലമുറയല്ല കർത്താവേ, നീ തലമുറ തലമുറയായി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ സങ്കേതമാണ്. ആമേൻ. ഞങ്ങളുടെ ബലമാണ്. ആമേൻ. കർത്താവേ, നീ അല്ലാതെ പറയുവാനോ പുകഴുവാനോ ആരും ഈ ഭൂപരപ്പിൽ ഇല്ല എന്ന് ഉറപ്പിക്കുക മോശ. പ്രൈസ് ദി ലോർഡ്. മോശയുടെ പ്രാർത്ഥനയൊക്കെ ഭയങ്കരമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവസന്നിധിയിൽ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, വേറെ ആരുമില്ല, നീയാണ് ഞങ്ങളുടെ സങ്കേതം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ ഒന്നുകൂടെ വ്യാഖ്യാനിച്ച് ഒന്നുകൂടെ വ്യക്തമായിട്ട് ആമേൻ മോശ പറയുന്ന, അല്ലെങ്കിൽ മോശ ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ, ദൈവപുരുഷന്മാരായ മോശ തൻ്റെ മരണത്തിന് മുൻപ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച്, അനുഗ്രഹമാവിത്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? മോശ തൻ്റെ നിര്യാണത്തിന് തൊട്ടു മുൻപ് ദൈവം തന്നെ ഏൽപ്പിച്ച ജനത്തെ, ആമേൻ, ഹല്ലേലൂയ, ദൈവം തന്നെ ഏൽപ്പിച്ച ആമേൻ ഇസ്രായേൽ ജനത്തെ മോശ അങ്ങ് അനുഗ്രഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം ആമേൻ പ്രൈസ് ദി ലോർഡ് ഏൽപ്പിച്ചതിനെ, ഹല്ലേലൂയ, ആമേൻ, ലക്ഷോപലക്ഷം ജനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലക്ഷോപലക്ഷം ജനം. ആ ജനത്തെ ആമേൻ വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്ന് അവർക്ക് വേണ്ടി അഗ്നിമായൊരു പ്രമാണം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. നോയിക്കേ. ഹല്ലേലൂയ. നമുക്കറിയാം
ആമേൻ, ലക്ഷോപലക്ഷം ജനത്തിനു വേണ്ടി ദൈവം ആമേൻ മോശയെ കയ്യിലേൽപ്പിച്ച ചില പ്രമാണങ്ങൾ, ചില ആമേൻ ദൈവം കൊടുത്ത ചില തിരുവചനങ്ങൾ, ആമേൻ മോശ അതിൽ നിന്നുകൊണ്ട് ആമേൻ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചു. സ്തോത്രം. ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് അനുഗ്രഹിക്കാൻ കഴിയുമോ? നമ്മെ ഏൽപ്പിച്ച ജനത്തെ അനുഗ്രഹിക്കാൻ കഴിയുമോ? ശപിക്കാനല്ല, അതിൽ പ്രമാണമില്ല. അനുഗ്രഹിക്കാൻ കഴിയുമോ? സ്തോത്രം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കുക, ആമേൻ. വിശപ്പുള്ളവന് അവൻ്റെ വിശപ്പ് മാറണമെങ്കിൽ അനുഗ്രഹം പോരാ, പിന്നെന്ത് വേണം? ആഹാരം വേണം. ദാഹിക്കുന്നവന് അനുഗ്രഹമല്ല വേണ്ട, പിന്നെന്ത് വേണം? ആമേൻ, വെള്ളം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അല്ല ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു പോകുകയല്ല വേണ്ടേ. അവൻ ആവശ്യമുള്ളത് കൊടുത്തിട്ട് നീ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം, പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ എലിയാ പ്രവാചകൻ, ഏശാ പ്രവാചകനൊക്കെ ആമേൻ നിന്റെ കയ്യിൽ എന്തുണ്ട്, നിന്റെ പക്കൽ എന്തുണ്ടെന്ന് ചോദിച്ച് അത് വാങ്ങി അതിനെ അനുഗ്രഹിച്ച് ഒരിക്കലും അത് ആമേൻ അവർക്ക് തിന്മയായി വന്നില്ല, നന്മയാക്കി കൊടുത്തിട്ടാണ് അവിടം വിട്ടത്. സ്തോത്രം. ഇതുപോലെ ദൈവഭക്തനായിരിക്കുന്ന മോശ ദൈവസന്നിധിയിൽ പറയുന്നൊരു വാക്കിതാ: കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. തലമുറ തലമുറയായി. ആമേൻ, ആമേൻ. തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. നിങ്ങൾ വായിച്ചാൽ മതി. യോശുവയുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവം തന്നെ മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ജനത്തെ യോശുവയുടെ കയ്യിൽ ഏൽപ്പിച്ചു. സ്തോത്രം. യോശുവയുടെ അടുക്കൽ വന്ന ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഫിനെഹാസിന്റെ മകൻ കാലേബ് പിന്നെയും നിന്നെയും കുറിച്ചും ആമേൻ ദൈവപുരുഷനായ മോശയോട് ആമേൻ സ്തോത്രം കാദേശ് ബെർശേബയിൽ വച്ച് പ്രൈസ് ദി ലോർഡ് ആമേൻ പറഞ്ഞ കാര്യം നീ അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ ദൈവപൈതലേ, ചിലത് നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങ് മറന്നു പോകാറുണ്ടല്ലേ. എന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ മറന്നു പോകല്ല വേണ്ടത്. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ അതിനകത്ത് ദൈവപൈതലായിരിക്കണം. സ്തോത്രം. എസ്തേരുടെ പുസ്തകം 3:2 സങ്കീർത്തനം 17-ാമത്തെ അധ്യായവും ആമേൻ 55-1 ചേർത്ത് പഠിക്കുമ്പോൾ, എന്നാൽ 71-ാമത്തെ സങ്കീർത്തനം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ 71-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനിപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള ആമേൻ പ്രൈസ് ദി ലോർഡ് പാറയായിരിക്കണമേ എന്ന് എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്ന നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമക്കൾക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, കരയുന്നവന് വേണ്ടി രാവും പകലും ആമേൻ പ്രൈസ് ദി ലോർഡ് അവന് കാവൽ നിൽക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിന്റെ വിഷയത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പൈതലെ, നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ വെളിപ്പെടുത്തേണ്ടതിന്. പിന്നെയും കർത്താവ് നമ്മോട് കർത്താവേ, ആമേൻ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഹല്ലേലൂയ. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ആമേൻ നീ ഭൂമിയുടെയും ഭൂമണ്ഡലത്തിൻ്റെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതിയായും ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമാകുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. തൻ്റെ ജനമായിരിക്കുന്നത് ദൈവം സൂക്ഷിക്കണം. വാഹനങ്ങളിൽ രക്തം കൊണ്ട് മുദ്രയിടുമാറാകണം. അവരുടെ യാത്രകൾ, ആവശ്യങ്ങളെല്ലാം ഇന്ന് പകൽക്കാലം നിറവേറ്റണമേ അപ്പാ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുണ്ട് കർത്താവേ, ആമേ രോഗത്തിൻ്റെ നടുവിൽ ആയിരിക്കുന്നവരുണ്ട്.
ക്ലേശങ്ങളും നടുവിലായി എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന അപ്പൻ ഇന്ന് പകൽക്കാലം വലിയ കാര്യങ്ങൾ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രടിനെ താഴ്ത്തുന്നു, കൃപയിൽ പൊതിയും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.